ഹേ ഗൈസ്, അപ്പം ഇന്നാണ് അച്ഛനമ്മേൻ്റെ വീട്ടിൽ ഞാൻ. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 11 മണി. അവർ കടയിൽ നിന്നെല്ലാം കുളിച്ച് മുടക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവരെ വിളിച്ചിട്ട് മേളിലോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മളെല്ലാം കൊണ്ട് മേളിൽ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ റൂമിൻ്റെ കയറി. ഇപ്പം ഞാൻ റൂമിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് ചെറിയൊരു കേക്കാണ്. നമുക്ക് ഞാൻ അവരെ അകത്തോട്ട് വിളിക്കാം. അവർ പുറത്താണ്. ഞാൻ ആദ്യമേ റൂമിൻ്റെ അകത്ത് കയറിയാണ് വീഡിയോ എടുക്കാൻ. അപ്പം അത് നമുക്ക് തുറക്കാൻ പറയാം. അപ്പം അവർ കഥ തുറക്കട്ടെ ഗൈസ്. അവർക്കൊരു നല്ല സർപ്രൈസ് കൊടുക്കാൻ ഞാൻ ചെറിയ പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അച്ഛൻ കയറി, അമ്മയും കയറി. കണ്ടു ഗൈസ്, പേപ്പർ വരെ ഗൈസ് എന്ന് പറഞ്ഞു തരിക. അത് വേറെ പോപ്പറൊന്നുമല്ല, ഫാൻ്റെ മേളിൽ പേപ്പർ മുറിച്ച് വെച്ചിട്ട് ഫാൻ ഉണ്ടാക്കിയതാണ്. വലിയ കേക്കൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ല കേക്ക് മുറിച്ചെന്ന് പറയാം. കാരണം ഒരു കൊച്ചു കേക്കാണ്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അച്ഛനും അമ്മ ആദ്യമേ കട്ട് ചെയ്ത് പിന്നെ അതിന് ചെറിയ പീസാക്കുകയാണ്. പീസാക്കി ആദ്യമേ അമ്മ അച്ഛനും കൊടുത്തു, അച്ഛനത് അമ്മയ്ക്കും കൊടുത്തു. ഗൈസ് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് കുറേ ഗിഫ്റ്റ് കൊടുക്കാം. നമ്മൾ സാധനം കൊടുക്കണ്ടേ, അച്ഛന് കൊടുത്തു. അച്ഛൻ സർപ്രൈസായി. പക്ഷെ അമ്മ അത് പ്രതീക്ഷിക്കുന്നില്ല. അത് ഞാനെടുത്ത് അമ്മയ്ക്കും കൊടുത്തു. അമ്മ നല്ലതുപോലെ ഒന്ന് ഞെട്ടി. അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടെന്നാണ് അമ്മ പറയുന്നത്. കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നും പണിഞ്ഞ് സെറ്റാക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് അമ്മ പൊട്ടിക്കുകയാണ്. ഇവിടെ എൻ്റെ അനിയനുണ്ട്, അവൻ ഇത് പൊട്ടിക്കണം പറഞ്ഞ് അവൻ ഇടയ്ക്കോടെ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാക്കത്തില്ല. അവൻ ഇടയ്ക്കോടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്മ അത് പൊട്ടിച്ചത് നോക്കുമ്പോൾ ബോക്സ് അത്തറിൻ്റെ ബോക്സ്. പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനം എന്തോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അത് കാണുന്നതിന് മുന്നേ അച്ഛൻ എന്തുവാന്ന് നമുക്ക് നോക്കാം. അച്ഛൻ എന്തുവാന്നല്ല, അച്ഛന് കൊടുത്ത ഗിഫ്റ്റ് എന്തുവാന്ന് നിങ്ങൾ നോക്ക് ഗൈസ്. അച്ഛനൊരു പേഴ്സില്ല. അച്ഛൻ്റെ പേഴ്സിൻ്റെ അവസ്ഥ ഞാൻ സൈഡിലൂടെ കൊടുത്തേക്കാം. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പോയിട്ട് അത് കീറിപ്പോയി. ഒരു 10-15 വർഷമായി കാണും. ഒരു പേഴ്സ് മേടിച്ച് അമ്മയ്ക്കൊരു മാല വയ്ക്കാൻ പറ്റും. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഒരു ബിഗ് സർപ്രൈസ്. അവരുടെ ആ ഒരു എക്സ്പ്രഷൻ രണ്ടുപേരും ഭയങ്കര സന്തോഷമായി. കാരണം അവർ രണ്ടുപേരുടെ ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഗൈസ്. അത് രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഫോട്ടോ എടുപ്പിച്ചതാണ് അവർ. അങ്ങനെ പോസ് സ്പ്രേ കൊടുത്തു, പിന്നെ അമ്മ ഒരു ഷൂ കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.